നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. FC ബാഴ്സലോണ ഈ സീസണിൽ ലാ ലീഗയിലെ തങ്ങളുടെ ആദ്യ മത്സരം ഇന്ന് കളിക്കുകയാണ്. എതിരാളികൾ വലൻസിയയാണ്. രാത്രി ഇന്ത്യൻ സമയം 1 മണിക്കാണ് മത്സരം. ആ മത്സരത്തിനുള്ള ബാഴ്സലോണയുടെ സ്ക്വാഡിൽ നിന്ന് ഇൽകെ ഗുണ്ടോഗനെ ഒഴിവാക്കിയിരിക്കുന്നു. അദ്ദേഹം കളിക്കുമെന്ന തരത്തിലാണ് ആദ്യം വാർത്തകൾ വന്നതെങ്കിലും ഇപ്പോൾ ബാഴ്സലോണ ഒഫീഷ്യലായിട്ട് സ്ക്വാഡ് പ്രഖ്യാപിക്കുമ്പോൾ ഗുണ്ടോഗനെ ഒഴിവാക്കിയിരിക്കുകയാണ്. അതിൻ്റെ കാരണം കൂടി നമ്മളൊന്ന് പരിശോധിക്കുന്നു. അതിൻ്റെ കാരണം ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് ഒരു പ്രിക്കോഷനായിട്ട് അദ്ദേഹത്തെ മാറ്റി നിർത്തിയാണ്. അദ്ദേഹത്തിന് തലയിലൊരു നോക്ക് ലഭിച്ചിരുന്നു. മൊണാക്കോക്കെതിരെ കഴിഞ്ഞ തിങ്കളാഴ്ച നടന്ന ജോൻ ഗാംബർ ട്രോഫി മത്സരത്തിനിടയ്ക്ക് അദ്ദേഹത്തിന് തലയിലൊരു നോക്ക് ലഭിച്ചിരുന്നു. അതുകൊണ്ടൊരു പ്രിക്കോഷൻ എന്ന രൂപത്തിൽ അദ്ദേഹത്തെ ഈ മത്സരം കളിപ്പിക്കാതിരിക്കുകയാണ് എന്നാണ് വരുന്ന വാർത്തയിലുള്ളത്. അതേസമയം അദ്ദേഹത്തിന് പകരം ഇന്ന് ആദ്യ 11-ൽ ഒരു പക്ഷേ പാബ്ലോ ടോറെ ഇടം പിടിച്ചേക്കും എന്നുകൂടി സ്പാനിഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. എന്തായാലും ബാഴ്സലോണ ഇപ്പോൾ ഈ കളിക്കായിട്ടുള്ള വലൻസിയക്കെതിരെയുള്ള മത്സരത്തിനായിട്ടുള്ള അവരുടെ സ്ക്വാഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൽ ആരൊക്കെയാണുള്ളത് നോക്കാം. ഒന്ന് മാർക്ക് ആന്ദ്രേ ടെർ സ്റ്റെഗൻ, പിന്നെ കുബാർസി, ബാൽഡെ, നീഗോ മാർട്ടീനസ്, ഫെറാന്, പെഡ്രി, ലെവൻഡോസ്കി, റാഫീഞ്ഞ, ഇനാക്കി പെന, പാബ്ലോ ടോറെ, ക്രിസ്ത്യൻസൻ, കെസാരോ, പൗ വിക്ടർ, ലാമിൻ യമാൽ, കൂണ്ടെ, എറിക്ക്, അസ്ട്രാലഗ, ബെർണാൽ, അലക്സ് വലെ, ഫോർട്ട്, ജെറാർഡ് മാർട്ടിൻ, ഒപ്പം ഡൊമിംഗസ്, ഇവരാണ് സ്ക്വാഡിലുള്ളത്. ശ്രദ്ധിക്കേണ്ട കാര്യം, പെഡ്രിക്ക് മെഡിക്കൽ ക്ലിയറൻസ് ലഭിച്ചിരിക്കുന്നു. അദ്ദേഹം സ്ക്വാഡിലേക്ക് മടങ്ങിയെത്തിയിരിക്കുന്നു. അതേസമയം വിക്ടർ റോക്കിനെ അവർ സ്ക്വാഡിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് മാത്രമല്ല അദ്ദേഹത്തെ രജിസ്റ്റർ ചെയ്തിട്ടില്ല. അദ്ദേഹത്തെ രജിസ്റ്റർ ചെയ്യാൻ ഒരു നീക്കവുമില്ല. അദ്ദേഹത്തെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാവിധ ശ്രമങ്ങളും കൊണ്ടുപിടിച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ബാഴ്സലോണയുടെ ഡയറക്ടർ ഡെക്കോ. ഇപ്പോൾ വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.